അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ എന്തിനാ ഒറ്റ പൊന്നെ എന്റെ ബർത്ത്ഡേക്ക് ഇനി എത്ര ദിവസം ഉണ്ട്. ഹലോ 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 ബ്രോ, ഹലോ എന്തു പറ്റി? ഇനി പ്രോബ്ലം ഇല്ല പറ്റില്ല 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 സോറി സോറി സോറി. നിങ്ങളുടെ ഗ്യാങ് ഹൗസിൽ ഓക്കെ പോവാന്ന്? ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അല്ല അല്ല ഇത് പറ്റില്ല 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 ബ്രോ. നിങ്ങളുടെ ഗ്യാങ് സസ്പെൻഡ് ആണ്. സസ്പെൻഡ് ആണോ? ഓക്കെ സസ്പെൻഡ് ആണല്ലേ? എന്താ കാര്യം? എന്താ അഡ്മിനെ ഇടിച്ചു അഡ്മിൻ? കോളിഡർ. ഓ ഓക്കെ 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 ക്ഷമിക്കണം. ഒന്നളഞ്ഞു കഴിഞ്ഞാൽ ആരും ഓർക്കത്തില്ലല്ലോ അല്ലേ? മണ്ണ വെച്ച് കത്തിക്കട്ടെ. പോയാ പേടിയാ, നമ്മളിച്ചിരി പേടിയാ ആവശ്യമില്ലേ? അതെ വേണ്ട, വലിയ കളികളൊന്നും വേണ്ട. നമ്മൾ ഇതിനും വലുത് കണ്ടുള്ളതാണ്. എന്താ ഇതിലും വലുത് കണ്ടിട്ടുള്ളതാണ് നമ്മളുടെ അടുത്ത് വേണ്ട, വിളച്ചിലൊന്നും വേണ്ട. നമ്മള് ഇതൊക്കെ എത്ര കണ്ടിട്ടുള്ളതാ. അഡ്മിൻ വാ, ഇവിടെ നടിക്കാം, ഇവിടെ നടിക്കാം. അത് നല്ലൊരു ഇതായിരുന്നു. അയ്യോ അതെ എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല, വെല്ലുവിളിയൊന്നുമില്ല. വെല്ലുവിളികളൊന്നുമില്ല. അഡ്മിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മളിവിടെ രണ്ടെണ്ണം അടിച്ചു വിടാങ്ങിരിക്കും അല്ല പിന്നെ. കണ്ണും തമ്മിൽ സ്വപ്നക്കൂടൊരുക്കുന്നു പോലും. താങ്ക് യു ഫോർ ദ ടൂറിസ്റ്റ് പ്ലേസ് ഗോഡ് അഡ്മിൻ, താങ്ക് യു ഫോർ ദ ടൂർ പ്ലേസ്. ഒന്ന് വിശാലമായിട്ട് മുണ്ടക്കൂരിയിരിക്കാം. രമണി കുളിക്കയാണതിരാവിലാൾ തതറിന്ന ഒരു ടൂറ് കൊണ്ട് അഡ്മിനൊക്കെ നമ്മളെ ഇതാണ് ഒരു ടൂറ്. അതിനൊന്ന് പറത്ത് അയാൾ തറ വേണം, അടുത്തോരമ്പലം വേണം, അലിന് ചേർന്നൊരു കുവം വേണം. ഇതൊക്കെ തമാശകളല്ലേ? മച്ചു നമ്മളെ ഇന്നൊന്നര നാளைക്ക് പറയുന്ന പരിപാടി അല്ലേ ഇത്, മനസ്സിലായില്ലേ മച്ചു? മച്ചു നമ്മളിത് കുറെ കണ്ടുള്ളതാണ് മച്ചു. കേട്ടാ മച്ചു, നമ്മളത് കുറെ കണ്ടുള്ളതാണേ. പിടച്ചിടക്കെ അല്ലേ മച്ചു? പോരാവേ.
പതുക്കെ മതി. റൈഡർ എന്നെ പിടിക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും. ഒരു പ്രശ്നമല്ല, പറഞ്ഞു തീർക്കാം. സിറ്റ് എടുത്തിട്ടാക്കാവോ? താക്കാലത്തെ കൃത്തം കേട്ടോ ഇവിടെ. എന്തൊരു കടല്. സ്കൂബ വല്ല ഇടാൻ പറ്റുമോ ഇവിടെ? സ്കൂബ ഗിയർ ചെയ്യാനും പറ്റത്തില്ല. ഒരു വർഷം നമ്മളെ നീന്തിയെത്ത് മനസ്സിലായാ? Don't underestimate the power of a common man. ഇവിടെ സിറ്റി എത്താൻ മിനിമം ഒരു അരമണിക്കൂറിൻ്റെ കേസ്. ഒരേ ഒരു വരം ഞാൻ തരാം. തരാം. ഇവിടുന്ന് അവിടം വരെ ഒറ്റയ്ക്ക് നീന്താത്ത ഇരിക്കാൻ വേണ്ടി കൂട്ടിന് ഒരാളെ തരാം. ആരെ വേണം? സമയം കഴിഞ്ഞു. അല്ല ഞാൻ പറഞ്ഞു സമയം പറഞ്ഞില്ലല്ലോ. എനിക്കൊരു 5 സെക്കൻഡ് തരാവോ? ആലോചിക്കാം. ടി വി ജോക്കർ കൂടി. ടി വി ജോക്കർ ഇതിന്റെ വരമായിരുന്നു. വരം. ഈ വെള്ളത്തിൽ എന്റെ കൂടെ നീന്ത ഒരാളെ ഒരിക്കലും വരം തന്ന് ഒരാളെ കൂടെ ക്ഷണിക്കാതെ എനിക്കൊരു വരം തരുമോ? ജോക്കർ എനിക്കൊരു വരം തരുമോ? ജോക്കർ ജോക്കർ ടി വി 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 ജോക്കർ അച്ഛനെയും കൂടെ നമ്മള് ഉടക്കില്ല. നമ്മൾ സംസാരിക്കാത്ത അല്ലെ എവിടെ വേണ്ട നമ്മൾ സംസാരിക്കത്തില്ല. എവിടെ ഇതാണ് ഞാൻ മറ്റേ കടലിൽ കിടക്കുവാ. പിന്നെ ചന്ദ്രൻ എന്തോ വരം കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വലിച്ചു ദൈവം. അടി ഉണ്ടാക്കിയുണ്ടല്ലോ. അതെ അന്നോട് പോയാ പുറത്തവിടെ വണ്ടി ഓടിച്ചോണ്ടിരുന്നാ പോരായിരുന്നു. എന്തിനാ വന്നത്? വരം ഇതാണ് നമ്മുടെ വരം. നിന്റെ ബേബിയാ? നിനക്ക് ഇതായാ ഭർത്താവിനെ കിട്ടിയ ബേബി? അവൻ ബോയ് ഫ്രണ്ടാണോ ബേബി എന്ന് വിളിക്കുന്നേ? ഓ നിനക്ക് അപ്പൊ നിനക്ക് ബോയ് ഫ്രണ്ടാ? ചിമ്പു ആണോ? ചിമ്പുനെ ബേബി എന്ന് വിളിക്കുന്നേ? ചിമ്പൂനെ എന്റെ ഇല്ലാത്ത അച്ഛനാണ് നിന്റെ ബോയ് ഫ്രണ്ട്? കൊള്ളാലോ. അപ്പൊ നീ ഒരു മിൽഫ് ലവർ ആണല്ലേ എലി? അപ്പൊ ഇവള് മിൽഫ് ലവർ ആട്ടാ. എന്റെ അച്ഛനാ ഇഷ്ടം. കിട്ടിയില്ലേ? എവിടെ പോയി അറിഞ്ഞല്ലോ. അല്ല നിങ്ങൾ തമ്മില് പിണക്കല്ലേ? ഏത് സൈഡിലോട്ടാ പോവേണ്ടത്? അതെ എലി എനിക്ക് എവിടെ സംസാരിക്കണം? നമുക്ക് എലി നീ വാ. എലി വന്ന് എലി ഇങ്ങോട്ടോ. ജോക്കർ ടി വി ജോക്കർ വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. ഇപ്പൊ വരുവാണ്. എനിക്ക് നീ ആയിട്ടൊരു ബന്ധമല്ലേ? അപ്പൊ അതൊക്കെ വേറെ വിടാ. നമസ്കാരം. ഹലോ അളിയ.
അണ്ണേ എന്തോ നൂമ്പിത്തരവാടാ ഇതൊക്കെ. അണ്ണ ഇത് വരമാണ് വരം അണ്ണൂന്റെ അണ്ടി അണ്ണൂന്റെ ഇത് വരമാണ് ഇത് എന്റെ വരമാണ് ഇത് അങ്ങനെ പറ്റൂല ഇത് RP ആണ് മനസ്സിലായ തോന്നിയ വർത്താനം പറയല്ലോ ഷാജി ഇടോ. ഷാജി ഒന്നുമല്ല ഏത് ഷാജി ഇത് കടൽ മച്ചാന്റെ വരമാണ് ഇത് കടൽ മച്ചാന്റെ വരം അണ്ണു ഇത് കടൽ മച്ചാന്റെ വരമാണിത് കേക്കുന്നുണ്ടോ ഇങ്ങേര് ഹലോ അണ്ണു ഈ അണ്ണുവിന്റെ കാര്യം അണ്ണു പോലെ എവിടെ എവിടെ നിന്നിട്ട് ഏതോ ഷാജീനെയൊക്കെ വിളിക്കണം അങ്ങേര് അപ്പന്റെ പോടാ അപ്പ വിളിച്ചോണ്ടല്ലേ കയറി ആ എനിക്ക് നിങ്ങളെ കുടുംബമായിട്ട് ഇനി ഒരു ബന്ധമില്ല എലി ഐ ലവ് യു ഉള്ളതും കിട്ടി നമുക്കൊരു റിവെഞ്ച് നടത്തായിരുന്നു. എനിക്കൊരു റിവെഞ്ച് വേണ്ടടാ. നിന്റെ ഗേൾഫ്രണ്ട് ആയിട്ട് ഇരുന്നിട്ട് ഞാൻ ആ KVL AP പാപ്പനെ സ്നേഹിച്ചോളാം. ഇതില് നല്ലതാ. അങ്ങനെ TV-യല്ലേ ഇവള് അറിഞ്ഞില്ലേ? ഒരു ഗ്യാങ് മാറി കേട്ടോ. ഓ TV. ഷുവർ വന്നാ മതി അവിടെ ഉണ്ടാകും കേട്ടോ. ഒരു സെക്കൻഡ് എന്റെ പൊന്നാ എന്റെ ഒരാഴ്ച ഇരുന്നു, ഒരാഴ്ച ഞാൻ കുളിക്കാറ് പോലും ഇല്ല തുണി പോലും. താങ്ക് യു. സൂര്യ അമ്മാവ പിടിച്ച് കേട്ടടാ. എരുമേ എന്നെ കൂടെ കൊണ്ടുപോയി കേറ് കേറ്. നിക്ക് സീറ്റ് ഉണ്ടല്ലോ. ഓ നിക്ക് സീറ്റ് എപ്പടി മാറണം? சீட் சேஞ்சிங் மசில் ஒன்னு இருக்குல அது போடு. എലി വെയിറ്റ് ഞാൻ മാറ്റാം. എന്റെ പൊന്ന് ദൈവമേ എന്നെ ഒന്നാ കരയിലോട്ട് ഇടുവോ? എനിക്ക് ഈ കുടുംബത്തിലൂടെ ഇരിക്കണ്ട. ഇല്ല അങ്ങനെ പറയല്ലേ. ഡ്രൈവർ സീറ്റിൽ നിന്ന് എണീച്ച് മാറോ? റീലോഗ് അടിച്ചിട്ട് വരാവേ. ഇല്ലടാ അപ്പുറത്തോട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ചാൻസിന്റെ அப்பா தூங்கிட்டியாலோ? സൂര്യ നീ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കടാ. അവസരം മുതലെടുക്കല്ലേ അവസരം മുതലെടുക്കല്ലേ. എടാ മാറടാ. ചന്ദ്രന്റെ ഗേൾഫ്രണ്ട് ആയിട്ടിരിക്കുന്നത് നല്ലത്. AP പാപ്പന്റെ മാത്രമേ എനിക്ക് ഓർമ്മ പറ്റുന്നില്ല. அம்மா அந்த மசில் ஒன்னு ஓபன் ஆகல சீட் മാറാൻ പറ്റും. അങ്ങ് എടുത്തങ്ങ് കളഞ്ഞിട്ടങ്ങ് പോയാലങ്ങ് അടങ്ങടി അടങ്ങ് ഒരു പൊടിക്ക്. ഇത് സീറ്റ് ചെയ്തിട്ട് F6 ആയിരിക്കും. അല്ല ഞാനുള്ളപ്പോ ഇവിടെ ആരും ഓടിക്കാൻ തന്നെ എങ്ങനെയാണ് ഈ സീറ്റിനകത്ത് ഇരിക്കുന്നത്? അടിച്ചിട്ട് സീറ്റ് മാറി കൊടുക്കുക. ചന്തിയുണ്ട് ഇരുന്നോ. ഇരിയടി അവിടെ വേണമെങ്കിൽ ഇരിയടി അല്ലെങ്കിൽ എടുത്തെറിഞ്ഞ വണ്ടിന്ന് കേട്ടാ. ആ കാലമാട നമ്മളെ ഇവിടെ കരയുടെ എതിർ ദിശയോടെ പൊക്കോണ്ടിരിക്കണം കേട്ടാ. ഇവിടെ വന്നു. നിങ്ങൾ ഈ അമ്മയും മോനും ഒന്നും എന്നോട് സംസാരിക്കില്ല ദേവിയത്. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടേ. പോയി ഒരു വർഷം കഴിഞ്ഞ് അവിടെ എത്തും. എലി ആരൊക്കെ പറഞ്ഞ് മറ്റേ സൂര്യബോസ് അരിനെ ഇതായിന്ന് ഡിവോഴ്സ് പിണങ്ങിയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മളതൊക്കെ ശരിയാക്കി. താങ്ക് യു. അങ്ങേരിപ്പോ കരയിൽ TV AP പാപ്പനായിട്ട് വന്നില്ല. കോളടിച്ചല്ല എനിക്ക് നല്ലൊരു ഓപ്ഷനാണ് ഞാൻ. உங்க விஷயத்தை பேசி தீர்த்துருமா இப்பவே. ரொம்ப ஈக்குவானா അതിന്റെ പെരിയമ്മയെ പോലും വെറുതെ വിടാത്ത ആളെടുത്ത് ഞാൻ എന്ത് സംസാരിക്കാൻ? നീ തന്തയാവല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ ഇദ്ദേഹത്തെ ടച്ച് ചെയ്ത് നിൽക്കല്ല ഇഷ്ടമല്ല.
ഓ സോറി സോറി. ആൺപിള്ളേരോടോ താല്പര്യം? அப்படியா? എന്താ ഇത് PL മാരിയും കിടക്കണ 100 കോടി എനിക്ക് എഴുതി തരണം. നിന്റെ അച്ഛൻ ഇപ്പൊ നിന്നെ വേണ്ട. ആ വളർത്തി ഈ സ്ലാഷ് 100 കോടി എന്നല്ലേ ഇപ്പൊ പറഞ്ഞേ? ഞാൻ കത്തിയേ. നിസാർ വ്ളോഗ്സ്, താങ്ക് യു ഫോർ ദ കിക്സ്. എന്താ ഇത്? PL ഗോഡ് ഫാദറിന് കടലിട്ടേച്ച് പോന്ന അന്ന് കടലിലാണോ? ശരിക്കും മാത്രമാണോ? ഇത് പുണ്ടക്കിരി കൊന്നറിഞ്ഞാലോ? അടിച്ച് ഖതം ചത്തയുടെ നേരത്തെ എത്തിയേട്ടാ. നേരത്തെ എത്തിയല്ലേ? അല്ല ഞാനിപ്പോ കേറിപ്പോ ഉടനെ കത്തി. എനിക്കറിയാം വേറെ വല്ല പണിക്കും ഹലോ ചന്ദ്രന്റെ അടുത്താണോ? അല്ല ഞാൻ എന്റെ അടുത്ത് തന്നെ പറഞ്ഞു വേറെ വല്ല പണിക്ക് പോകണമെന്നല്ല സെർവർ കത്തിയുണ്ട്. അത് ഇത്ര നല്ലതായിട്ട് മനസ്സിലായില്ല. PL is packet loss guys. Packet loss എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് പാക്കറ്റ് ലോസ് ആവും. അതായത് ഈ നെറ്റിന്റെ, അതായത് ഈ അപ്പാപ്പന്റെ പോക്കറ്റ് ഇല്ലേ, അത് ഇടക്കിടക്ക് ലോസ് ആവും. അപ്പൊ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. കാശ് തീരുമ്പോ അതല്ല ശരത്തേട്ട ഇപ്പൊ പറഞ്ഞോളൂ PL അടിക്കുന്നില്ലല്ലോടാ. അപ്പൊ തന്നെ ഒരു സ്വിച്ച് വെക്കി കണ്ണ ഒരു ടീം വള്ളിക്ക് ഇറങ്ങി നടപ്പുണ്ടല്ലോടേ. എനിക്കങ്ങനെ ഫീൽ ചെയ്ത് വള്ളിയായി ഓൾറെഡി. ആരായിട്ട് വള്ളിയേ? എന്തിനാണ് വള്ളി എടുത്തത്? എക്സ്പ്ലെയിൻ ചെയ്ത വള്ളി, അല്ലെങ്കിൽ നിന്റെ ലൈവ് എടുത്ത് നോക്കും. കുറച്ച് വൾഗർ ആയിരിക്കും. ഞാൻ ചെന്ന് സംസാരിച്ചു. ഞാൻ നോക്കട്ടെ. അല്ല ഓൾറെഡി ഞാൻ നോക്കട്ടെ. കഷ്ടടാ സിറ്റി വരത്തില്ലടാ ഇനി. കുറച്ചു ദിവസം മുമ്പ് നമ്മുടെ പറഞ്ഞ നോക്കട്ടെ വലിയ പറയുന്ന കേക്ക് ചന്ദ്രു നമ്മുടെ നീലുമായിട്ട് കുറച്ചു ദിവസം മുമ്പേ വള്ളി. അപ്പൊ ട്രീഡ് ഗെയിം കളിച്ചായിരുന്നു. എല്ലാവരും കണ്ടോ? കണ്ണപ്പേര് വള്ളിയാണ് കണ്ണപ്പേര് വള്ളിയാണ് നമ്മളിപ്പോ കാണാൻ പോണേ. നോക്കട്ടെ നമുക്ക് റിവ്യൂ ചെയ്യാം. ഇതെവിടെ തുടങ്ങുന്നവിടെ വള്ളിയൊക്കെ എന്തിനാ ചന്ദ്രു അളക്കുന്നത്? വള്ളി അളന്നോ കളിച്ചോ അവന്റെ അടുത്ത്? എന്താണ് ഈ ചാപ്രി വണ്ടിയിലൊക്കെ? എല്ലാം അറിയണോ നിനക്ക്? എന്തുകൂടെ തീജിയിലെ പിള്ളേരുമായിട്ടുള്ള പ്രശ്നമല്ലോ. പ്രശ്നമൊന്നുമില്ല, അമ്മമാര് വേറെ മനസ്സിലാകത്തില്ലല്ലോ. കുട്ടാ എന്താണ് ഇങ്ങനെ മിണ്ടായിരിക്കുന്നേ? എന്താടാ നീ കൈവെക്കോടാ? കൈവെക്കുന്ന രീതിയിലാണോ നീ ഇപ്പൊ സംസാരിച്ചത്? അമ്മ കളിപ്പൊന്നുമല്ല. എന്താടാ എന്തിനാണ് ഓ എന്താടാ അണ്ണു കലിപ്പാ? നീ കലിപ്പാവോ? അണ്ണു ഒന്ന് കളിച്ചോ അവന്റെ അടുത്ത്? ഒന്ന് കലിപ്പാന്ന് കാണണമല്ലോ. പുള്ളി ദേഷ്യപ്പെട്ടാ കുഴപ്പമില്ല, നീ ദേഷ്യപ്പെട്ടാ തിരിച്ചു ഞാൻ കളിക്കും. ഞാൻ ദേഷ്യപ്പെടോടാ നിന്റെ അടുത്ത്? നിന്നെ എടുത്തിട്ട് കൊണക്കല്ലോ നീ തിരിച്ചു കൊണ പോലടാ പോടാ
നീ എപ്പോഴാണ് ഞാൻ പറഞ്ഞ CM ആയിട്ട് അത് കഴിഞ്ഞ് കാണാം. അത് ഇനി എന്ത് കാണാന്ന്? അയ്യേ പോടാ കണ്ടി ഇറങ്ങി. നിന്നെ എന്തിനാ കാണുന്നത്? അയ്യേ CM സിറ്റുവേഷനില് CM സിറ്റുവേഷൻ കഴിഞ്ഞാൽ കാണാതെ നീ ആരാ? തമിഴ്നാട് CM ഒന്നും അല്ലല്ലോ നിന്നെ ഇത് കഴിഞ്ഞ് കാണാനായിട്ട്. അല്ല GG അല്ല, GG അല്ല. ജോക്കി ബ്രോ മാത്രം Z13 ഇതാര്? ഇതേത് ഡ്രേക്ക്? നിനക്കറിയാവോ കണ്ണാപ്പി അവന്മാരൊക്കെ? ഡ്രേക്ക് അല്ല, അവൻ നന്നായിട്ട് സംസാരിച്ചോണ്ടിരുന്ന പയ്യനല്ലേ? നിന്നെയാണ് കണ്ണാപ്പി ഇഷ്ടമല്ലാത്ത. നിന്നെയാ ഇഷ്ടമല്ലാത്ത. ഈ വാറ് സത്യം പറഞ്ഞ ഗ്യാങ് ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ഇത് നീ വേണമെങ്കിൽ അവൻ അടിച്ചോ. അല്ല ഇതങ്ങനെ മതി. അല്ല ഇതങ്ങനെ മതി. ഇതങ്ങനെ മതി. എന്തിനാണ് നീ ഇങ്ങനെ ഒരാൾ അബ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട്? നീ കുറച്ച് വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഹങ്കാരം കാണിക്കല്ലേ കണ്ണാപ്പി? ഇങ്ങനെ അല്ല ഇതിപ്പോ ജിമ്മിൽ പോകാറൊന്നുമില്ല. ആള് വീണ്ടും പഴയ പോലെ മുഖമൊക്കെ പഴയ പോലെ മോന്ത കണ്ടാ അറിയാം. ആ ജോലയിലൊക്കെ പോയി ഇപ്പം മയണൈസ് മന്തിയൊക്കെ അടിച്ചു കയറ്റി ആള് ചക്ക കണക്കായി ഇപ്പം. ഇല്ല 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 ഞാൻ കണ്ട തെണ്ടികളെ ബോധിപ്പിക്കാനല്ലേ ജിമ്മിൽ പോണേ. അപ്പൊ ഇപ്രാവശ്യം മറ്റേ ഇവിടുത്തെ പരിപാടിക്കോ ഫുൾ ടൈം സിക്സ് പാക്ക് വെക്കുന്ന ഹെൽത്തി അല്ല. ഇല്ല ഈ വിവരമില്ലാത്തമാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നീല അവന്മാർക്ക് അറിയത്തില്ല. പ്രോപ്പർ കട്ടിങ് നീല ഇത് കണ്ണാപ്പി അറിയാം. കണ്ണാപ്പി 2 പ്രാവശ്യം മിസ്റ്റർ ഒളിമ്പിയായിരുന്നു. രണ്ട് തവണ മിസ്റ്റർ ഒളിമ്പിയും മിസ്റ്റർ പൊഞ്ഞിക്കരായിരുന്നു ആള്. ഗാലറി ഫുള്ള് എതിരാ കണ്ണ. എടാ കണ്ണാപ്പി നീ ആദ്യം പോയിട്ട് ഒരു 5 ഡമ്പെങ്കിലും പോയി ജിമ്മിൽ പോയി എടാ ആദ്യം. 5 നീ പോയിട്ട് 5 2.5 അല്ലെങ്കിൽ മറ്റേ അവിടെ ഇതുണ്ടാവും മറ്റേ പെമ്പിള്ളേർക്കുള്ള 2.5 കിലോയുടെ 1 കിലോയുടെ ഒക്കെ ഡമ്പൽ ഉണ്ടാവും. കൊച്ചു ഡമ്പല് കൊച്ചു പിള്ളേർക്കൊക്കെ കൊച്ചു പിള്ളേർക്കുണ്ടോ. നീ ആദ്യം അതൊക്കെ പോയിട കണ്ണാപ്പി, മനസ്സിലായി? എന്നിട്ട് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ട് അങ്ങനെ കൂടി കുറച്ചു നേരം. അവൻ നമ്മളടുത്ത് ഡയലോഗ് അടിക്കാൻ പറഞ്ഞു. മാനിഫെസ്റ്റ് ബൈ റോക്സി നഫോസി. റോക്സിയാണോ റോക്സിയാ? റോക്സി അല്ലടാ, റോക്സി നഫോസി. പുള്ളി പലതും പറയും. വലിയ ആൾക്കാരെ പലതും പറയും. നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ പോണേ. എനിക്ക് വിദ്യാഭ്യാസം നീലന്റെ അടുത്തൊന്നും ഞാൻ അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ആ ചെറുക്കൻ എന്ത് സംസാരിക്കണം, എവിടെ സംസാരിക്കണം നല്ല ബോധമുള്ള ഒരുത്തനാ. സത്യം പറ്റുമെങ്കിൽ ഇവനെ ഈ RP ബാൻ കൊടുക്കാൻ പോയി കണ്ണാ. അതാണ് ഇപ്പൊ 50 തൊട്ട് കത്തിപ്പോയി ആൾക്കാർ ഇനി അടിച്ചു പോടാ. അപ്പൊ IP പ്രൊട്ടക്ഷൻ ഓഫ് ആക്കിട്ടേക്കരുത് കൈതട്ടി ഇത്ര നേരം. എന്റെ തലക്കെട്ടല്ലേ അത്?
ചാൻസ് ഉണ്ടോ? ഒരുമാതിരി തോൽസം കാണിക്കല്ലേ സാറിന് ഓർഡർ ആയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ അനുവദിച്ചു തരുന്നതല്ല. നമ്മളെ കൈലാസോട്ട് കൈലാസത്തിലോട്ട് പോയി നമ്മളെല്ലാരും അല്ലടാ നീ കൈലാസം എന്ന് പറഞ്ഞിട്ട് വീസി പോയായിരുന്നല്ലടാ കണ്ണ എന്ത് പറ്റിയടാ കാണിക്കട്ടെ എന്നിട്ട് പിന്നെ കാണാൻ നോക്കി ഇപ്പഴേ പോയി വള്ളി ഒരു വള്ളി ഇല്ല. വള്ളിയൊക്കെ അതെ വള്ളി സമയ ഡിസ്ട്രിക്ട് 99 വള്ളിയൊന്നും ആവത്തില്ല. ആറായിട്ടാടാ അത് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വള്ളി വള്ളി എന്ന് പറയരുത്. വള്ളിയാണ് ഹായ് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ എടുക്കുന്നത് വള്ളി. ജിമ്മില്ലേ അപ്പൊ ഇവന് വയ്യ ഞാൻ പോവും ജിമ്മില്. ഒരു ഡെയിലി ഇല്ല, ചുമ്മാ കള്ള എ ക്ലാസ് കള്ളാണ്. എവിടെ ഡെയിലി? എടാ ചന്ദ്ര നിന്നെ കണ്ടറിയാം ജിമ്മിൽ പോയിട്ട് മിനിമം 5 ദിവസമെങ്കിലും ആയിരുന്നു. അതുമല്ല ചന്ദ്രന്റെ ഹൈവി കണ്ടല്ലോ ഇന്നലെ. ആരാ എന്ന് പറഞ്ഞ ജിമ്മി? എടാ ഞാൻ പറ്റേ അപ്പൊ നീ കഴിക്കാൻ പാടില്ല. നീ പറഞ്ഞ ഞാൻ പട്ടിണി നടക്കണം ജിമ്മി പോകണം. ജിമ്മി പോയിട്ട് അല്ല ഞാൻ പിന്നെ ഞാൻ പിന്നെ അവിടെ പോയിട്ട് പിന്നെ കുളിക്കാനാ പോണ. പിന്നെ അതെ മറ്റന്നാ ഇച്ചാന്റെ വീഡിയോ വരും, ഒരു ജിം വ്ലോഗ്. അത് നീ ഒന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നീ എന്നെ കൈ പിടിക്കാൻ വാങ്ങ. എന്റെ കൈ പിടിക്കാൻ വരാൻ പറഞ്ഞ കയ്യിൽ പിടിക്കാനാണ് മനസ്സിലായില്ലേ? കൈ പിടിക്കാനാണ്. ഈ എടാ കണ്ണാപ്പി നിന്നെ ഓണത്തിന് പുലികളിക്ക് വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവിടെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ പരിപാടിക്ക് വിളിച്ചെന്ന് പറഞ്ഞിട്ട് കട്ടിങ്സാ? അയ്യോ ഇത് 80s പദമാണ് കേട്ടോ. അത് 80s പദമാണ് ഇപ്പൊ താങ്കൾ ഉപയോഗിച്ചത്. 80s പദം നീ എവിടെ പോടേ? നീ അല്ല നീ അറ്റ്ലീസ്റ്റ് മറ്റേ യൂട്യൂബ് നോക്കിയെങ്കിലും വർക്കൗട്ട് ചെയ്യും. നീ ഇങ്ങനെ ലൈവ് ചെയ്യുന്ന കൊണ പറയല്ലോ. അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അല്ലെങ്കിൽ ഇവ ഇടക്കിടക്ക് ഇത് പറയും. അതായത് എന്റെ കോച്ചിനെ വിളിച്ച് ഡയറ്റ് എടുത്തവനാണ്. എന്റെ കോച്ചിനെ വിളിച്ച് എടാ നാണം ഉണ്ടാടാ കുണ്ണേ നിനക്ക്. എന്നിട്ട് ഡയറ്റ് എടുത്ത് എന്ത് രൂപായി ഡയറ്റ് എടുത്തത്? എന്നിട്ട് എടുത്താ എനിക്ക് പിടിക്കെന്ന് വിറക്കണേ. ഇത് പോയി കണ്ടാ മതി, സന്തോഷമേ ഉള്ളൂ. നീ പിടുക്ക വിറപ്പിക്കാതിരിക്കോ? അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്കിങ്ങാ? ഏത്? ഓ നേപ്പാള്. ഓക്കെ. നീ ആദ്യം അവിടത്തെ ജംഗ്ഷൻ വരെ നടന്നിട്ട് വന്നു. എന്നിട്ട് നീ കിതക്കുന്നുണ്ടോ നോക്കി. എന്നിട്ട് ജംഗ്ഷൻ വരെ നടന്നിട്ടൊന്ന് തിരിച്ചു വാ. ഹലോ. ഞാൻ നിന്റെ താളം കേൾക്കണം. ഞാൻ സിറ്റി കയറപ്പെടണേ.